അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത്? സോഷ്യൽ മീഡിയ അഥവാ നവമാധ്യമങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാക്കുന്ന സ്വാധീന ശക്തി എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് പാഠഭാഗം. യുവതലമുറയെ മാത്രമല്ല, സകല തലമുറയെയും കീഴടക്കി വാഴുന്ന സോഷ്യൽ മീഡിയയിലൂടെ കടന്നുകയറ്റം വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന ആഘാത പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ് എന്ന് ഈ പാഠഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വിശദമാക്കുക എന്ന ഒരു ചോദ്യം വരാം. അതായത് മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശൈലിയാണ് അല്ലേ? അപ്പോൾ അതൊരു ശൈലിയാണ് എന്ന കാര്യം ആദ്യം നമ്മൾ സൂചിപ്പിക്കണം. പിന്നീട് നവമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു താൽക്കാലിക സന്തോഷമാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ മീഡിയയിലൂടെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ധാരാളമായിട്ട് കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതിനെയാണ് നമ്മൾ മോക്ഷം പറയുന്നത്. പിന്നീട് പാഠഭാഗവുമായി ഉൾപ്പെടുത്തി കാര്യങ്ങൾ എഴുതണം. അതായത് നവമാധ്യമങ്ങൾ മനുഷ്യ സമൂഹത്തെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതുക. ഈ വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഗോപികൃഷ്ണൻ ഏത് വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഏത് വിഭാഗത്തെയാണ്? ഉത്തരാധുനികത അല്ലേ? അതുപോലെ വലം കൈയിൽ വിരൽ മുളച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. അതായത് എന്താണ് അർത്ഥമാക്കുന്നത്? സന്ദേശം പങ്കുവെക്കാനുള്ള വ്യഗ്രത. അതുപോലെ മാധ്യമങ്ങളുടെ പ്രധാന ധർമ്മം എന്താണ്? വിവരവിനിമയം. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആത്മാശ വളിക്കും പൊളിക്കും ചെയ്യും. ഈ വരികളുടെ സവിശേഷത എന്ന് ചോദ്യം ചോദിക്കാം. അതായത് മൊബൈലിൽ മുഴുകിക്കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെയാണ് ഇവരെ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ഉത്തരമായിട്ട് ഉൾപ്പെടുത്തണം. പിന്നീട് പരിഹാസ രൂപത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. എസ്സേ ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഉപന്യാസമാണ്. അതായത് അച്ചടി മാധ്യമങ്ങളിൽ നിന്നും നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. വരും ദിവസം മറ്റൊരു പാഠഭാഗം പരിചയപ്പെടാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.